ഫലസ്തീൻ ജനതയെ പ്രദേശത്ത് നിന്നും മാറ്റി ഗാസയെ ഉല്ലാസ കേന്ദ്രമാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇക്കാര്യം പലതവണ ആവർത്തിച്ച ട്രംപ് ഇതിനായി ചില നീക്കങ്ങളും നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഫലസ്തീൻകാരെ ആഫ്രിക്കയിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നിവിടങ്ങളിൽ ഫലസ്തീൻകാരെ പുനരധിവസിപ്പിക്കാൻ US-ഉം ഇസ്രയേലും ഈ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. US നിർദ്ദേശം തള്ളിയതായി സുഡാൻ, സൊമാലിലാൻഡ് അധികൃതർ വ്യക്തമാക്കിയെന്നും വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ചർച്ച നടന്നതായി സൊമാലിയ സ്ഥിരീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിനോട് ഇസ്രയേലും US-ഉം പ്രതികരിച്ചിട്ടില്ല. സൊമാലിയയിൽ നിന്നും വിഘടിച്ചുപോയ പ്രദേശമാണ് സൊമാലിലാൻഡ്. ദീർഘകാലമായ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ സുഡാനിൽ ആഭ്യന്തര അഭയാർത്ഥികൾ 1.2 കോടിയോളം വരും. ഫലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി. ഈ മാസം ആദ്യം നടന്ന അറബ് ഉച്ചകോടി ഫലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാതെയുള്ള ഗാസ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. അതേസമയം സ്വന്തം മണ്ണ് വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് ഫലസ്തീനി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഫലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിക്കാൻ US-ഉം ഇസ്രയേലും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം ഗാസയിൽ ജീവനോടെ ശേഷിക്കുന്ന ഏക അമേരിക്കൻ ബന്ദിയായ ഈഡൻ അലക്സാണ്ടറെ വിട്ടയക്കുമെന്ന് ഹമാസ് സമ്മതിച്ചു. 4 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറും. US പ്രതിനിധി ആദം ബോലറുമായി ഹമാസ് നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.